ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വരുൺ ആകെ ഇതാക്കിയിട്ട് രാധികയെ പേടിപ്പിക്കും. അതെ അമ്മേ, ഒരു കാര്യം ഞാൻ പറയാം. അച്ഛൻ എന്തായാലും ഫോൺ എടുത്തില്ലെങ്കിലും അമ്മ പേടിക്കൊന്നും വേണ്ട. അനാർക്കലിയും ആൻറ്റിയായിട്ട് അച്ഛന് ഒരു രഹസ്യബന്ധം ഉണ്ടാവില്ല. ഒന്ന് പോടാ. ഉള്ള കാലത്തുള്ള രഹസ്യബന്ധം, ആയ കാലത്തുള്ള രഹസ്യബന്ധം ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെയാണ് ഈ വയസ്സാം കാലത്ത് എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത്. ദേ, എനിക്ക് നല്ല ടെൻഷനുണ്ട്. രഞ്ജുവും ഗീതുവും മാർഗഴിയും ഒരേ സമയമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. അതുകൊണ്ട് ഗീതുവിനെ ആരും കിഡ്നാപ്പ് ചെയ്തിട്ടില്ല. അത് എന്തായാലും ഭാസ്കരേട്ടനെ അറിയിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ വിളിക്കുന്നത്. പക്ഷെ അങ്ങേര് ഫോൺ എടുക്കുന്നില്ലല്ലോ. അതല്ലേ എൻ്റെ ഏറ്റവും വലിയ സങ്കടം. അമ്മേ, ഒരു കാര്യം ഓർത്തോ, എന്തായാലും അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങളുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് വരുൺ അങ്ങ് പോവുക. വരുൺ അങ്ങ് പോയി കഴിഞ്ഞതും രാധികയ്ക്ക് ടെൻഷനായി. ഈശ്വര, ഈ ഭാസ്കരേട്ടൻ എന്താ ഫോൺ എടുക്കാത്തെ? എത്ര വിളിച്ചിട്ടും അങ്ങേര് ഫോൺ എടുക്കുന്നില്ലല്ലോ. അങ്ങേരൊന്ന് ഫോൺ എടുത്തിരുന്നെങ്കിൽ സമാധാനത്തിൽ എല്ലാ കാര്യങ്ങളൊന്ന് പറയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയാണ്. ഗോവിന്ദൻ എന്നാലും ഗീതുവിനോട് പറയുക, എന്നാലും ഗീതു, ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഗോവിന്ദ കണ്ണേട്ടൻ അങ്ങനെ പറയുന്നത്? അല്ല, എന്നാലും നിന്റെ കള്ളോപ്പ് ഇത്ര ധൈര്യത്തോടെ ഇട്ട് AGM-ITI സൊല്യൂഷൻ വിൽക്കണമെങ്കിൽ അതെന്തിനു വേണ്ടിയായിരിക്കും? ആരായിരിക്കും അത് ചെയ്തത്? അത് വേറെ ആര്? നമുക്കതിൽ സംശയിക്കാൻ വേറെ ആരും ഇല്ലല്ലോ കണ്ണേട്ടാ. ഇവിടെ തന്നെ ഉണ്ട് പ്രതികൾ. അതേ ഗീതു, നമ്മളിത് വളരെ രഹസ്യമായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇത് നമ്മൾ അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട. അതുകൊണ്ട് തന്നെ അവരുടെ പണം നഷ്ടപ്പെടുമ്പോൾ അവർ തന്നെ ഇവരെ കൊന്നോളും. എന്നാലും രാധിക എന്ന സ്ത്രീയെക്കുറിച്ച് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അവരെന്നെ സ്നേഹിച്ചപ്പോൾ അവരെനിക്ക് തന്ന സ്നേഹം ആത്മാർത്ഥമാണെന്നും എൻ്റെ അമ്മയേക്കാൾ കൂടുതൽ അവരെന്നെ സ്നേഹിച്ചപ്പോൾ ആ സ്നേഹത്തിന് ഞാൻ ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ ആലോചിച്ചു. പക്ഷേ അതൊക്കെ എൻ്റെ വെറും ശാപമായിരുന്നു. എൻ്റെ അമ്മ വിട്ടിട്ട് പോയ കണ്ണുനീരിൻ്റെ ഫലമായിരുന്നു ഞാൻ അനുഭവിച്ചതെന്ന് ഞാൻ അറിഞ്ഞില്ല ഗീതു. എന്തായാലും ഓരോന്നോരോന്നായിട്ട് ഞാൻ അറിഞ്ഞു തുടങ്ങി. സാരമില്ല, എൻ്റെ അവരുടെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിക്കാൻ കുറച്ച് കള്ളം ഞാനും അഭിനയിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ഇങ്ങനെ ഇരിക്കുക. എന്നാലും നീ AGM-ITI, നിങ്ങളെ ഞാനിന്ന് കൊല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ്റെ നെഞ്ചത്തേക്ക് ചാടിക്കയറിയിരുന്ന് ഗീതു കുറേ അടിയടിക്കുക. ഈ സമയം, അയ്യോ നീ എന്തിനാ എന്നെ തല്ലുന്നേ? നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ സംശയമുണ്ടെന്നറിയാം. ഒന്ന് പൊടി വേണേ, ഞാൻ നിന്നെ കളിയാക്കിയതാ. ഇത് നിൻ്റെ ഒപ്പമല്ലെന്ന് എനിക്കറിഞ്ഞൂടെ? എത്രയായാലും നിന്റെ കൂടെ ഇത്രയും നാളും ജീവിച്ചതല്ലേ ഞാൻ എന്നൊക്കെ ഗോവിന്ദ് പറയാതെ കേട്ടതും, അതാണ്, ആ പേടി വേണം, ഇല്ലെങ്കിലേ എൻ്റെ സ്വഭാവം മാറും. മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ ഗോവിന്ദനായിട്ട് വഴക്കൊക്കെ പറയാം. അങ്ങനെ പിന്നെ അവർ അടിയും വഴക്കും സ്നേഹവും പ്രണയമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയം പിന്നീട് ഭാസ്കരനെയും അനാർക്കലിയെയുമാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും മാർഗഴിയെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുക. അവിടെ ചെന്നതും ഭാസ്കരന് ഭയങ്കര സന്തോഷം. എത്ര നാളായി ഈ കാഴ്ചയിൽ നിന്നെ കാണാൻ ഞാനൊന്ന് ആഗ്രഹിച്ചിട്ട്. അറയ്ക്കലിൽ നിന്നും എന്നെ ചവിട്ടി പുറത്താക്കിയിട്ട് നിനക്കിപ്പോൾ സമാധാനമായല്ലോ. എന്തായാലും അറയ്ക്കലിൽ വെച്ച് നീ എന്നെ ഭീഷണിപ്പെടുത്തിയതൊന്നും ഞാൻ ഇതുവരെ മറന്നിട്ടില്ലടി. എന്നിട്ട് ഈസി ആയിട്ട് നീ എന്നെ അറയ്ക്കലിൽ നിന്നും മാറ്റി ഗോവിന്ദൻ്റെ ഗസ്റ്റ് ഹൗസിലേക്കാക്കി അല്ലേ? ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഒരു തീരാത്ത പ്രതികാരമായി ഞാനത് മനസ്സിലിട്ടുകൊണ്ട് നടക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഇവർ നിന്നെ പിടിച്ചോണ്ട് വന്നു. നാളെ ഇവരോട് ഞാൻ എന്ത് പറഞ്ഞാലും ഇവരത് ചെയ്യും. ഞാൻ ആരാണെന്നറിയാതെയാ നിങ്ങൾ എന്നോട് കളിക്കുന്നത്. അത് കേട്ടതും നമ്മുടെ അനാർക്കലി, ഭാസ്കര, ഈ ശബ്ദം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ, ഇവള് ഗീതു തന്നെയാണോ എന്ന് ചോദിക്കുക. എൻ്റെ പരട്ട കിളവിയല്ല, ഞാൻ മാർഗഴിയാ എന്നും നമ്മുടെ മാർഗഴി പറയാതെ കേട്ടതും, ഈശ്വര, നമ്മൾ തന്നെ തെറ്റ് ചെയ്തു. എൻ്റെ ദൈവമേ, ഗീതുവിന് പകരം നീയൊക്കെ ഇവളെയാണോടാ പിടിച്ചോണ്ട് വന്നത്? എൻ്റെ സാറേ, നിങ്ങൾ ഞങ്ങൾക്കൊരു ഫോട്ടോ തന്നു. ആ ഫോട്ടോ അല്ലേ ഇവളുടേത്? അത് കേട്ടതും, എടാ, ഇവർ രണ്ടാണ്, ഡബിൾ റോള്. അവളുള്ളതേ അവിടെയാ, അവളുടെ വീട്ടിൽ, അതായത് അറയ്ക്കൽ തറവാട്ടിൽ. ഇവളെ എവിടെ നിന്നാടാ നീ പൊക്കിയത്? ഇവളെ പൊക്കിയത് മറ്റേ ഭദ്രൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്ന്. നീ എന്തിനാ അങ്ങോട്ട് പോയത്? ഞാൻ അങ്ങോട്ട് പോയതൊന്നുമല്ല, ആ വഴി ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു. ഇവരേതോ ഒരു അഡ്രസ്സ് ചോദിച്ച് എന്നെയും തൂക്കി ഇങ്ങോട്ട് പോന്നു. ഞാനെന്ത് ചെയ്യാനാ? അടിക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടൊന്നുമല്ല. ഈ മാർഗഴിയെ കളരി അതറിയാൻ പാടില്ലാണ്ട് ഇവന്മാർ എന്നോട് കളിച്ചത്. പിന്നെ എന്നെ തട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞവർ ഇവിടെ എത്തുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് കാത്തിരുന്നതും എന്നും പറഞ്ഞ് മാർഗഴി ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിരിക്കുക. അത് കണ്ടതും നമ്മുടെ അനാർക്കലിക്കാണെങ്കിൽ ചിരി വന്നിട്ട് ഒരു രക്ഷയില്ല. ഭാഗ്യം, നിങ്ങൾ രക്ഷപ്പെട്ടു. ഇവളുടെ ഒരു ഇടി ഞാൻ കൊണ്ടതാ. സകല പയറ്റുകൾക്കറിയാം
ഇവളെ ഒരു പ്രയോഗം എൻ്റെ വയറിനിട്ട് പ്രയോഗിച്ചു. കുറേ നേരം ഞാനിങ്ങനെ കുനിഞ്ഞ് തന്നെ നിന്നു. അത് കഴിഞ്ഞ് ഇവള് തന്നെ എന്തോ ചെയ്തപ്പോഴാണ് ഞാൻ നിവർന്നത്. ശത്രുക്കളോട് പോലും ഇങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ ഇവൾക്ക് ഉപദേശവും കൊടുത്തതാ. എൻ്റെ ഗുണ്ടകളെ അങ്ങനെ പറഞ്ഞു കൊടുക്ക് മുതുകളവി. ഈ ഈ കിളവന്മാരെ എന്നെ എന്തായാലും ഒന്നും ചെയ്തില്ല, അതുകൊണ്ട് ഇവന്മാർ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയാം. അഴിച്ചുവിട്, പെട്ടെന്ന് അഴിച്ചുവിട്. എടാ, ഇവള് പുറത്തുണ്ടെങ്കിലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം ചെയ്യാൻ പറ്റൂ. അതിനിടയിൽ ഗീതുവിന് പകരം മാർഗഴി തട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന നാശം. നിന്നെയൊക്കെ ഒരു ജോലി ഏൽപ്പിച്ച കഷ്ടം. ദേ സാറേ, ഞങ്ങളെ കുറ്റം പറയണ്ട. സാറ് തന്ന ഫോട്ടോയിൽ ഈ മുഖം തന്നെയാണ്. അതിനിപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ സാറ് പറയണമായിരുന്നു ഇവർ ഡബിൾ റോളാണ്, അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് അവരുടെ പേരും അഡ്രസ്സും ഒക്കെ പറയണമായിരുന്നു. അത് കേട്ടതും അത് ശരി തന്നെയാണ് ഭാസ്കര, നമ്മൾ ചെയ്തതും ശരിയല്ല. ഇവന്മാരുടെ കയ്യിലൊരു ഫോട്ടോ കൊടുത്തിട്ട് ഇവളെ തട്ടിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ അവന്മാരത് കൃത്യമായിട്ട് ചെയ്തു. അങ്ങനെ പറഞ്ഞു കൊടുക്ക് മേഡം എന്നും പറഞ്ഞുകൊണ്ട് ഗുണ്ടകളും ഈ സമയം ആ മാർഗഴിയും കൂട്ടി അവർ കാറിൽ കയറി പോവുകയാണ്. എന്തായാലും ദേ നിങ്ങളെ ഈ ചെയ്തത് ശരിയായില്ല. അവന്മാരെന്നെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എൻ്റെ മാർഗഴി, അവന്മാർ നിന്നെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ പെട്ടുപോകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ ഇങ്ങനെ പറയാം. സോറി മാർഗഴി, ഗീതുവിനെ തട്ടിക്കൊണ്ടുവരാനാണ് പറഞ്ഞത്, അവസാനം ഇങ്ങനെയായിപ്പോയി. സാരമില്ല, ഇതിൻ്റെ പേരിൽ എനിക്കൊരു 5 ലക്ഷം കൂടെ തന്നാൽ മതി. 5 ലക്ഷമോ? ഇതെന്താ മാർഗഴി, കുറച്ചും കൂടെ ഓവറല്ലേ? ഇന്ന് ഗീതുവിൻ്റെ വീട്ടിൽ പോയിട്ടെ ദേ ആ ഗോവിന്ദൻ്റെയും പിന്നെ ആ വിജയലക്ഷ്മിയുടെയും പിന്നെ അവരുടെയൊക്കെ മുൻപിലേ ഞാൻ പെട്ടുപോയായിരുന്നു. ഒരേ സമയം ഗോവിന്ദൻ്റെ മുറിയിൽ ഞാനും പാട്ടുകാരിയുടെ മുറിയിൽ ഗീതു ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? എന്നിട്ട് ഗോവിന്ദൻ നിന്നെ തിരിച്ചറിഞ്ഞോ? പിന്നെ അയാൾ ഞാൻ ഗീതുവാണ് മാർഗഴിയാണെന്ന് പോലും അറിയാതെ എൻ്റെ മുൻപിൽ നിന്ന് ഡ്രസ്സ് വരെ മാറി. അത് കേട്ടതും എൻ്റെ ഈശ്വര, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഗോവിന്ദനെ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. ഗോവിന്ദനെ അറിയില്ലല്ലോ നീ വേറെ പെണ്ണാണെന്ന്. അവൻ്റെ ഭാര്യയുടെ മുഖച്ഛായുള്ള നിന്നെ കണ്ടപ്പോൾ അവൻ വിചാരിച്ചു നീയാണെന്ന്, ഗീതുവാണെന്ന്. എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അറക്കല്ല കാണിക്കുന്നത്. നമ്മുടെ ഗീതു വെളിയിൽ വന്നതും അയ്യപ്പൻ നായർ, മോള് വീട്ടിലേക്ക് പോയില്ലേ? വീട്ടിലേക്കോ? അതെ, മോള് വീട്ടിലേക്ക് പോയായിരുന്നല്ലോ ഷിബുവിനോടൊപ്പം. അതെ മാഡം, മാഡത്തിനെ ഞാനല്ലേ കൊണ്ട് വീട്ടിലാക്കിയത്. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നേ? അപ്പോൾ ഗോവിന്ദ് അങ്ങോട്ട് വരിക. എന്തു പറ്റി അയ്യപ്പേട്ട? എൻ്റെ കുഞ്ഞെ, ഈ ഗീത കുഞ്ഞ് എന്നോട് വന്നിട്ട് പറഞ്ഞു വീട്ടിൽ പോവാന്ന്. പച്ചക്കറി മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഗീത കുഞ്ഞ് വീട്ടിൽ പോകാൻ ഇറങ്ങിയത്. ഇപ്പോഴല്ലേ കുഞ്ഞെ വീട്ടിൽ പോയിട്ട് വന്നെന്ന് ചോദിച്ചപ്പോൾ ഗീത കുഞ്ഞ് എന്നോട് പറയാം എൻ്റെ വീടല്ലേ, എനിക്കെപ്പോൾ വേണേലും പോകാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഒരൊറ്റ പോക്ക്, അതും ഷിബുവിനോടൊപ്പം കാറിൽ. അതെ സാറേ, മാഡത്തെ ഞാനാണ് അവിടെ കൊണ്ടാക്കിയത്. അവിടെ നിന്നും കാറിൽ നിന്നും വീട്ടിലേക്ക് ഇറക്കി വിട്ടിട്ടാ ഞാനിങ്ങ് പോകുന്നത്. പക്ഷെ ഞാനിവിടെ എത്തിയപ്പോഴത്തേക്കും മേഡം ഇങ്ങനെ ഇവിടെ എത്തി. അത് കേട്ടതും ഗീതുവിനാകെ സംശയമായി. ഗോവിന്ദനും ശരിയല്ല അയ്യപ്പേട്ട, ശരിയല്ലേ? ഇതുപോലെ തന്നെ ഇവളോട് ഞാൻ കുറേ നേരമായിട്ട് പറയുന്നേ. ഞാനേ എൻ്റെ മുറിയിൽ നിന്ന് ഇവളോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ ഇവള് പറയുക ഇപ്പോഴാണ് ഇവള് വീട്ടിലേക്ക് റൂമിലേക്ക് വന്നതെന്ന്. അതെങ്ങനെ ശരിയാവും? അത് കേട്ടതും ഗീതുവിന് സംശയമായി. അത് ശരിയാണല്ലോ, ഒരേ സമയം എല്ലാവർക്കും ഭ്രാന്ത് പിടിക്കോ? അമ്മയും പറഞ്ഞു എന്നെ കണ്ടു എന്നോട് സംസാരിച്ചു എന്ന്. രാമായണത്തിലെ പാണ്ഡുവിൻ്റെ കാര്യം വരെ അമ്മ പറഞ്ഞു. അതിനുശേഷം കണ്ണേട്ടനും രഞ്ജുവിൻ്റെ രോഗത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ചു എന്ന് പറയുന്നു. എന്തായിരിക്കും ഇതിനർത്ഥം? ഇപ്പതേ അയ്യപ്പേട്ടനും ഷിബുവും ഞാൻ വീട്ടിൽ പോയി എന്ന് പറയുന്നു. ഈശ്വര, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇനി ഞാനല്ലേ? എൻ്റെ ഉള്ളിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക. എന്താ ഗീതമോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല അയ്യപ്പേട്ട. ഇതേപോലെ അമ്മയും പറഞ്ഞു അമ്മയുടെ മുറിയിൽ ഞാൻ ചെന്നു എന്ന്. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് വന്നതും നേരെ ചെന്നത് രേഖേച്ചിയുടെ അടുത്തേക്കാണ്. അടുക്കളയിൽ ചെന്ന് ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് രേഖേച്ചിയുമായിട്ട് മുറിയിൽ പോയിരിക്കാമെന്ന് കരുതിയപ്പോഴാണ് അമ്മ എന്നെ വിളിച്ചത്. അമ്മ വിളിച്ച് ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അവിടെ ചെന്നതും പിന്നെ ഇത്ര പെട്ടെന്ന് ഡ്രസ്സ് മാറിയോന്ന് ചോദിച്ചതും അമ്മ ഏതോ രാമായണത്തിലെ പാണ്ഡുവിൻ്റെ കാര്യമൊക്കെ പറയുകയും ചെയ്തു. അപ്പം ഞാൻ കരുതി അത് സ്വപ്നമായിരിക്കുമെന്ന്. ആ സമയത്ത് ഞാൻ വരുണേട്ടൻ്റെ തലയിൽ ഫ്ലവർ വേസ് എടുത്ത് അടിച്ചു എന്ന് വരെ അമ്മ പറഞ്ഞു. പക്ഷെ വരുണേട്ടനോട് ചോദിച്ചപ്പോൾ വരുണേട്ടൻ പറഞ്ഞു അമ്മ അത് സ്വപ്നം കണ്ടാണെന്ന്. അതുകൊണ്ട് പിന്നെ ഞാനും അങ്ങനെ വിശ്വസിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് കണ്ണേട്ടൻ്റെ മുറി ചെന്നത്. അവിടെ ചെന്നപ്പോൾ ചായ ഇടാൻ പറഞ്ഞിട്ട് നീ എന്തെടുക്കുവാന്ന് ചോദിച്ചുകൊണ്ട് കണ്ണേട്ടൻ എൻ്റെ മെക്കിട്ട് കയറി. ചായ ഇടാൻ കണ്ണേട്ടൻ എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ ചായ ഇടുന്നേ? അത് മാത്രമല്ല, രാധികമ്മയും വരുണേട്ടനും കണ്ണേട്ടനും കൂടിയാണ് എന്നോട് വന്ന് ചായ ഇടാൻ പറഞ്ഞതെന്നും
രഞ്ജുവിൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാധികാമ്മ അവിടെ വന്നതെന്നും അങ്ങനെ ഞങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാകാൻ വന്നാണോ എന്ന് ചോദിച്ചതൊക്കെ കണ്ണേട്ടൻ പറഞ്ഞു. പക്ഷെ അതൊന്നും എനിക്ക് ഓർമ്മയില്ല എന്നും ഗീതു പറയുക. ഈശ്വര ഗീതു, നിനക്ക് എന്തോ കാര്യമായിട്ട് കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്, എന്തോ ഉണ്ട്. നീ ഒരേ സമയം ഇവിടെയും അവിടെ ഇരിക്കണമെങ്കിൽ നിൻ്റെ ദേഹത്ത് ബാധ തന്നെയാണ്. അത് കേട്ടതും ഗീതു, ദേ നിങ്ങളെ ഞാൻ കൊല്ലും, എൻ്റെ ദേഹത്ത് ഒരു ബാധയുമില്ല. എൻ്റെ ഗീതു ഒന്ന് നോക്കണം. അതേ മോളെ, ഇങ്ങനെ പോയാൽ പറ്റില്ല. എൻ്റെ ഗണപതി ഭഗവാനെ, എൻ്റെ ഗീതു കുഞ്ഞിന് ഒരാപത്ത് സംഭവിക്കരുത് എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ അയ്യപ്പൻ നായരും ഇങ്ങനെ നിൽക്കുക. ഈ സമയം ഗീതു അങ്ങ് ഹോളിലേക്ക് ചെല്ലുക. ചേച്ചി വിനോദ് എന്നെ വിളിച്ചായിരുന്നു. ചേച്ചിയുടെ ഉപദേശവും നന്നായിട്ട് അവൻ്റെ മനസ്സ് മാറ്റിയെന്നാണ് പറഞ്ഞത്. ചേച്ചി ഉപദേശിച്ചുകൊണ്ട് അവൻ എന്നെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള ദിവസം കുറിക്കാമെന്ന് പറഞ്ഞു. അത് കേട്ടതും ഞാൻ എന്തുപദേശിച്ചു എന്ന്, ഞാൻ അവനെ ഇവിടെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ എന്നും പറയുക. അത് കേട്ടതും നമ്മുടെ പ്രിയ ചേച്ചി എന്താ ആലോചിക്കുന്നേ, പറയേച്ചി, ചേച്ചി എന്തു പറഞ്ഞാൽ അവൻ്റെ മനസ്സ് മാറ്റിയത്? അവൻ ഇനി ഒരു പെണ്ണുങ്ങളുടെ പിന്നാലെ പോകില്ല എന്നും എന്നെ തന്നെ വന്ന് കൊണ്ടുപോയിക്കൊള്ളാമെന്നും ഞാൻ അവൻ്റെ ജീവനാണെന്ന് വരെ പറഞ്ഞു. ചേച്ചി എന്തോ കാര്യമായിട്ട് അവനോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചിക്ക് സഹിക്കാൻ പറ്റിയില്ലല്ലേ? എൻ്റെ ചേച്ചിയാ, എൻ്റെ പ്രിയപ്പെട്ട ചേച്ചി. ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എന്താകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയ ഗീതുവിനെ കെട്ടിപ്പിടിക്കുക. ഈശ്വര, എന്തോ ഒരു സംഭവം. ഇപ്പോൾ ആ പഴയ സ്പ്രേ തന്നെ അടിച്ചു ചേച്ചി? പഴയ സ്പ്രേയോ? ഞാൻ എപ്പോഴും ഇത് തന്നെയാണല്ലോ മോളെ അടിക്കുന്നത്. ഇല്ല, അപ്പോഴേ ഞാൻ ചേച്ചിയോട് സംസാരിച്ച് ചേച്ചി കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ ചേച്ചിയുടെ ദേഹത്ത് വേറൊരു സ്പ്രേയുടെ മണമായിരുന്നു. അത് കേട്ടതും നമ്മുടെ ഗീതു ഞെട്ടി. ഈശ്വര, എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? അപ്പോൾ ഗോവിന്ദ്, അതെ, അപ്പോൾ ഇത് പ്രിയ പറയുന്നത് ഞാൻ പറഞ്ഞ ഗീതുവിനെയാണ്. അതെ, ഗീതു ആ മറ്റേ കാപ്പി ഡ്രസ്സ് ഇട്ട് വന്നപ്പോൾ ഞാനും അവളുടെ ശരീരത്തിലെ സ്മെല്ല് ശ്രദ്ധിച്ചായിരുന്നു. എപ്പോഴും അവൾ അടിക്കുന്ന പെർഫ്യൂമിൻ്റെ മണമായിരുന്നില്ല അത് വേറെ ഏതോ ഒരു തരം മണമായിരുന്നു. പ്രിയ പറയുന്നതിലും കാര്യമുണ്ട് ഗീതു. നീ അകത്ത് വന്നപ്പോൾ എന്നോട് സംസാരിച്ചപ്പോൾ നിൻ്റെ പെർഫ്യൂമിൻ്റെ മണം വേറെ ആയിരുന്നു, ഇതല്ലായിരുന്നു. അത് കേട്ടതും ദേ എല്ലാവരും കൂടെ എന്നെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കരുത്, ഞാനിപ്പോൾ തന്നെ ആകെ സമനില തെറ്റി നിൽക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഗീതു മുറിയിലേക്ക് പോയി. എന്താ ഗോവിന്ദേട്ടാ, എന്ത് പറ്റി ഗീതു ചേച്ചിക്ക്? എനിക്കറിയില്ല മോളെ, അപ്പം മുതലേ ഇവൾ എൻ്റെ മകിട്ട് കയറിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഇവൾ വന്നു എന്ന് പറയുന്നു, എന്നാൽ അത് ഇവളല്ലാന്ന് ഇവളും പറയുന്നു. എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. ഈശ്വര, എൻ്റെ ഗീതു ചേച്ചിക്ക് ആപത്തൊന്നും വരുത്തരുതേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയെ നിൽക്കുക. ഈ സമയം മുറിയിലേക്ക് ചെന്നതും നമ്മുടെ വിലാസിനെ ഫോൺ വിളിക്കുക. ഹലോ മോളെ ഗീതു. എന്താ അമ്മേ? നന്നായി മോളെ, നിൻ്റെ ഉപദേശം ഫലിച്ചു. അല്ല, മുറി പൂട്ടിയിട്ട് നീ അവനെ എന്താ ചെയ്തേ? ഞാനൊന്നും ചെയ്തില്ലല്ലോ അമ്മേ. അല്ല, നീ എന്തോ കാര്യമായിട്ട് അവനെ നന്നായിട്ട് ഉപദേശിച്ചിട്ടുണ്ട്. അവനിപ്പോൾ നല്ല ഉറച്ച തീരുമാനത്തിലാണ്. നല്ലൊരു ദിവസം കണ്ടെത്തിയിട്ട് നല്ല മുഹൂർത്തത്തിൽ പ്രിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണമെന്നും പ്രിയയും കുഞ്ഞുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണമെന്നും നന്നായിട്ട് പണിക്ക് പോകണമെന്നും ഒക്കെ അവൻ പറയുന്നത്. എല്ലാ ചീത്ത പരിപാടി നിർത്തണമെന്നും പറഞ്ഞു. അപ്പോൾ ഗോവിന്ദ് ഗീതുവിനെ നോക്കുക. ഈ സമയം ഗീതു, ശരി അമ്മ, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഇതെന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ? എനിക്ക് മനസ്സിലായി, നിൻ്റെ ദേഹത്ത് ഏതോ നാഗവല്ലി കയറിയിട്ടുണ്ട്. എൻ്റെ ഗീതു, നിൻ്റെ ശരീരത്തിൽ കയറിയിരിക്കുന്ന നാഗവല്ലിയെ ഞാൻ എന്തായാലും പൂട്ടും, മണിച്ചിത്ര താഴിട്ട് പൂട്ടും. അത് കേട്ടതും ഗീതു ഗോവിന്ദൻ്റെ നെഞ്ചത്ത് ചാടി കയറിയിരുന്ന് ഗോവിന്ദൻ്റെ നെഞ്ചിനിട്ട് കുറേ ഇടിയിടിക്കുക. അപ്പോൾ നമ്മുടെ ഗോവിന്ദ്, എൻ്റെ പൊന്നെ, ഇങ്ങനെ ഇടിച്ചാൽ എൻ്റെ ഹൃദയം നിന്നു പോകും. അത് കേട്ടതും എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ എന്നെ നാഗവല്ലി എന്ന് വിളിക്കുമല്ലേ? അത് കേട്ടതും എൻ്റെ ഗീതു, ഞാൻ പറഞ്ഞ സത്യമല്ലേ? ഒരേ സമയം നീ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നു, അപ്പോൾ പിന്നെ ആരായാലും എന്ത് വിചാരിക്കും? ഇല്ല കണ്ണേട്ടാ, ഇതിൻ്റെ പിന്നിൽ എന്തോ ചതിയുണ്ട്. ഇനി എൻ്റെ ഡ്യൂപ്ലിക്കേറ്റിനെ രാധികാമ്മയൊക്കെ ഇറക്കിയോ? അത് കേട്ടതും ഇന്നത്തെ കാലത്ത് ഒരേപോലെ രണ്ടുപേരാകാനേ അധികം പ്രയാസമൊന്നുമില്ല. പ്ലാസ്റ്റിക് സർജറിയും മുഖം മൂടിയൊക്കെ ഇഷ്ടം പോലെയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് കേട്ടതും അങ്ങനെയൊന്നുമില്ല, അങ്ങനെ വന്നാലും ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ആരാന്നൊക്കെ ആർക്കാണെങ്കിലും അറിയാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഈ സമയം എന്തായാലും കണ്ടുപിടിക്കണം കണ്ണേട്ടാ, ഇതിൻ്റെ പിന്നിൽ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയാകൂ എന്നൊക്കെ പറയണം. അങ്ങനെ ഗീതു നന്നായിട്ട് ഉറങ്ങുക. ഗീതു ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചാൽ ഉറങ്ങുന്നത്. പക്ഷേ അതെന്തായെന്നറിയില്ല, നല്ല കൂർക്കം വലിച്ച് ഉറങ്ങുന്നതുകൊണ്ട് ഗോവിന്ദ് അവിടെ ഇങ്ങനെ ഇരുന്ന് ഓരോരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഈ സമയം വരുണും രാധികയും അനാർക്കലിയും ഭാസ്കരനും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോവിന്ദ് ലാപ്ടോപ്പ് ഓണാക്കി. അങ്ങനെ ഓണാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാധിക ഭാസ്കരനോട് പറയുക, എന്നാലും
ദേ അവിടെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടപ്പോൾ ആകെ മൊത്തം ഞങ്ങൾ പേടിച്ചു പോയി. പക്ഷെ അവരുടെ സംസാരമൊന്നും ഗോവിന്ദന് കേൾക്കാൻ പറ്റില്ല കേട്ടോ. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റൂ. അപ്പോൾ ഭാസ്കരൻ, അത് ശരിയാ രാധികെ, ഞാനും ആകെ ഞെട്ടിപ്പോയി. ഗീതു ആണെന്ന് കരുതി ഞാൻ വിട്ട ആൾക്കാർ മാർഗഴിയെ തട്ടിക്കൊണ്ടുപോയത്. പക്ഷേ മാർഗഴി അവിടെ നിന്നും പുറത്തിറങ്ങി നടന്നു വന്നുകൊണ്ടിരുന്ന സമയത്താണ് അവന്മാരവളെ തട്ടിക്കൊണ്ടുപോയത്. വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് ഭാസ്കരേട്ടാ. എന്ത് ചെയ്യാനാ, ഭാഗ്യം കൊണ്ട് മാർഗഴിയാണെന്ന് തിരിച്ചറിഞ്ഞു, ഇല്ലെങ്കിൽ പണി കിട്ടിയാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഈ സമയം നമ്മുടെ വരുൺ, അല്ല എവിടെ ആ മാർഗം കളി എവിടെ എന്നും ചോദിക്കുക. ഇത് കണ്ടത് ഞാൻ എവിടെ ഉണ്ടറാ എന്നും പറഞ്ഞുകൊണ്ട് മാർഗഴി വരിക. തനി നാടോടി വേഷത്തിൽ മാർഗഴിയെ ആ ക്യാമറ വഴി കണ്ടതും നമ്മുടെ ഗോവിന്ദ് ഞെട്ടിപ്പോയി. അതെ ഗീതു, ശരിക്കും ഗീതു. അപ്പോൾ ഇവിടെ കിടക്കുന്നത് ഇതും ഗീതു. എൻ്റെ ദൈവമേ, അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ടായിട്ട് വന്നത് ഇവള് തന്നെയാണ്. അല്ല, ഇവളെവിടെ നിന്ന് വന്നു, ഇവളെ ആര് രംഗത്തിറക്കി എന്നൊക്കെ അറിയണം. ഇത് പറഞ്ഞതുപോലെ ഒരാളെ പോലെ പല ആളാകാൻ അധികം പ്രയാസമൊന്നുമില്ല. ഇന്നത്തെ ഈ കാലത്ത് എന്ത് പ്രയോഗിച്ചും ഒരാളെപ്പോലെ മറ്റൊരാൾക്കും ആകാൻ കഴിയും. എന്തോ കാര്യം ചെയ്ത് രാധികയും വരുണും ഭാസ്കരനും അനാർക്കലിയും കൂടെ കളിച്ച് ചെയ്തിരിക്കുന്ന പണിയാണിത് എന്നും പറഞ്ഞുകൊണ്ട് മാർഗഴിയെ നന്നായിട്ട് സൂക്ഷിച്ചു നോക്കുകയാണ് ഗോവിന്ദ്. അതെ, അവിടെ ഗോവിന്ദ് ഞെട്ടി. അതെ, ഇവിടെ വന്നതും എൻ്റെ മുറിയിൽ വന്ന് സംസാരിച്ചതും വിജയലക്ഷ്മി അമ്മയുടെ മുറിയിൽ പോയതും പുറത്ത് ഷിബുവിൻ്റെ കൂടെ ഗീതുവിൻ്റെ വീട്ടിലേക്ക് പോയതുമൊക്കെ ഇവളാണ്. ഇവൾ തന്നെ, ഗീതുവിൻ്റെ വേഷത്തിൽ വന്ന ഇവൾ ആരാണ് എന്നന്വേഷിക്കാനുള്ള ഒരുമ്പിട്ടിറക്കമാണ് ഇനി നടക്കാൻ പോകുന്ന. എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭ